ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. നമ്മള് ഭയങ്കര നാച്ചുറൽ ലുക്കാ. ഹലോ ഗായ്സ്, 1-2 മണിയായി കാണും. 2 മണിയായി തോന്നുന്നു. വിഷു ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് സാരി കൊടുത്ത് പോവാമെന്ന് എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓഫീസിൽ. സോ നൈറ്റ് ഷിഫ്റ്റ് ആണ്, അപ്പോൾ ഈവനിങ്ങാണ് പോകുന്നത്. ക്യാബ് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സെറ്റായിട്ട് പോവാം, വീഡിയോ ഒക്കെ എടുക്കാം. ആ ഒരു ഇതില് പിമ്പിള് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇന്നലെ തന്നെ പിമ്പിൾ പാച്ച് വെച്ചു. ഇത്രയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു പിമ്പിൾ പാച്ച്. സോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സാരി ഞാൻ ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി കുഞ്ഞടൽ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ കുഞ്ഞടൽ ഓൾറെഡി അതൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ നല്ല റഷിലായിരിക്കും കുറച്ച് കഴിയുമ്പം. ഓട്സും കോഫി പൗഡറും പാലും കൂടി മിക്സ് ചെയ്യുന്ന ഫേസിലിട്ടേക്കുന്നത്. കുറച്ച് ആക്റ്റീവ് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്യുന്നില്ല. നമ്മൾ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്താലും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ അണ്ടർ ഐ പാച്ചസ് ആണ്. ഓക്കെ, സാരി ഒക്കെ റെഡിയാണ്. നമുക്കിനി സാരി കൊടുക്കാം. ഗൈസ്, നമ്മുടെ ഡ്രേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മോയ്സ്ചറൈസ് ചെയ്യാം. ആക്ച്വലി ഇവിടെ അത്രയ്ക്ക് വെട്ടമില്ല, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കറൻ്റ്ലി ഐ ഒക്കെ സെറ്റായി ഓൾമോസ്റ്റ്. പിന്നെ ഇന്നലെയാ പോയി എടുക്കുന്നത് സാരി. സോ എൻ്റെ ഉള്ളൊരു ബ്ലൗസ് എന്തായാലും ടച്ച് കിട്ടത്തില്ലല്ലോ ഒരു ദിവസം കൊണ്ട്. സ്ട്രെയിറ്റ് ചെയ്യട്ടെ. എൻ്റെ റൂമിനകത്ത് പ്ലഗ് പോയിന്റ്, സ്ട്രെയിറ്ററിൻ്റെ പ്ലഗ് പോയിന്റ് ഇല്ല. സോ ഞാൻ പുറത്ത് പോയിട്ട് ഹാളിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വിൽവയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് പ്രൊമോഷൻ ഈവനിങ് അല്ലേ, അതുകൊണ്ട് അധികം സൺസ്ക്രീൻ വേണ്ട. ലിറ്ററലി എനിക്കിനി സമയമില്ല. സോ ഞാനിനി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് മേക്കപ്പ് തുടങ്ങാം. കറക്റ്ററൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഫങ്ഷൻ എനിക്ക് എന്തുമാത്രം ഇത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ലൈറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് തൽക്കാലം ഒന്നിനുള്ള സമയം ഇല്ല. സോ ഇപ്പം റെഡിയായി ഓഫീസിലേക്ക് പോകാം. നല്ല ഡാർക്ക് സർക്കിൾസ് അത് വെച്ചിട്ടും എന്നാലും ഉണ്ട്. അന്ന് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ യൂസിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി ഡാർക്ക് സർക്കിൾ ഉള്ളൊരു ടൈപ്പാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ല, ഇറ്റ്സ് ഫ്രം UK. ഇവിടെ അവൈലബിൾ അല്ല. ഇറ്റ്സ് പെർഫെക്റ്റ് മൈ സ്കിൻ ടോൺ. കുറച്ച് കൺസീലർ കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത്. ഒരു ലോ കവറേജ് കൺസീലർ പ്ലസ് ഈ ഫൗണ്ടേഷൻ. നമുക്കിത് പോരെന്ന് തോന്നിയാൽ നമുക്കിനി ഇടാം. എൻ്റെ നെറ്റിയിലൊക്കെ കുറച്ച് ടാൻ ഉണ്ട്. എപ്പോഴും ആ ടാൻ എറിച്ച് നിൽക്കും എന്ത് പരിപാടിക്ക് പോയാലും. പക്ഷെ ക്യാമറയിൽ ഇത് സെറ്റാണ്. ഇനി നമുക്ക് ഒരു പൗഡർ വെച്ച് ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് ചെയ്തിട്ട് സോ ഐ എം യൂസിങ് ദിസ് പെൻസിൽ. ഞാൻ ഈ പെൻസിൽ ഭയങ്കര കംഫർട്ടബിളാണ്. ലൈക്ക് ഞാൻ കാണിച്ചത് ലാസ്റ്റ്. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാറില്ല. പകരം എൻ്റെ ഒരു ഹാക്കുണ്ട്. ഈ പാലറ്റ് വെച്ചിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ്. ഇത് ആക്ച്വലി മാർസിൻ്റെ ഓൾ ഇൻ വൺ പാലറ്റ് ആണ്. ഇത് നമുക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, കോണ്ടോർ, ഹൈലൈറ്റർ, ബ്ലഷ്, ലിപ്സ്റ്റിക് എല്ലാം ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. അതിൻ്റെ ഇതൊന്ന് ലുക്ക് അറ്റ് ദിസ് കോണ്ടോർ. എനിക്ക് കോണ്ടോർ ചെയ്യേണ്ട അത്ര ആവശ്യമില്ല, എന്നാലും ഒരു ചെറിയൊരു കോണ്ടോർ. യൂസിങ് ദിസ് highlighter. It's also from UK. The Maybelline products are, but ഇതൊന്നും look at the glow. ഇതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മൾ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. For blush I'm using this. ഇതിലധികം വിസിബിൾ അല്ലെങ്കിലും ഞാനിപ്പോൾ ബ്ലഷ് കുളിച്ച് നിൽക്കുകയാണ്. പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം.
മാഴ്സിൻ്റെ സെറ്റിംഗ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി പ്രോഡക്റ്റ്സ് അല്ല, അവരുടെ ഡാർക്കസ്റ്റ് ഷെയ്ഡ്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ആ ഹൈലൈറ്റർ ആൻഡ് ഫൗണ്ടേഷൻ അത് രണ്ടും മേബിലിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഇത് എൻ്റെ ഉള്ളൊരു കമ്മൽ മാലയൊക്കെ വെച്ചാൽ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. ഐ മേക്കപ്പ് എനിക്ക് അങ്ങോട്ട് തീരെ വശമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണ് സെറ്റ് ചെയ്താലോ? ലൈക്ക് കണ്ണ് നമുക്ക് സ്മോക്കി പോലെ എഴുതാം. ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്നതാ, പക്ഷെ ഇതിവിടെ അവൈലബിൾ ആണ്. ഇത് മേബിലിൻ്റെ ആണ്. ഡൺ. ഇനി പൊട്ടിൻ്റെ അടുത്തുള്ള കൺഫ്യൂഷൻ, ഏത് കളർ ഏത് സൈസ്. ബട്ട് പൊട്ടിപ്പോൾ വെക്കുമ്പോൾ കുറേ കമൻസ് വരും, പൊട്ട് താഴ്ത്തി വെക്കണം, താഴ്ത്തി വെച്ചാൽ കൊള്ളാം. പക്ഷെ എനിക്ക് താഴ്ത്തി വെക്കുന്നത് ഇഷ്ടമല്ല. അവിടെ ഒരു പരിപാടിയില്ല, പോയി സാരി കൊടുത്തിരുന്ന് പണിയെടുക്കുക. ഞങ്ങൾക്ക് ഫോണൊന്നും അല്ലോടല്ല, സോ അകത്തിരുന്ന് ഫോട്ടോ എടുക്കാനും പറ്റില്ല. പിന്നെ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ വല്ലപ്പോഴല്ലേ സാരിയൊക്കെ കൊടുക്കാൻ. കുറച്ചാളായിട്ട് ഗോപി പൊട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഗോപി വേണ്ട, ഇങ്ങനെ തന്നെ പോവാം. ഗോപി ഇപ്പൊ കണ്ടുണ്ട്. ലാക്മയുടെ റെഡ് സാങ്ക്രിയ അതോ ലിപ് ബാം. ഇത് പ്ലമ്മിന്റെ ക്യാൻഡി മെൽസ്, നല്ലതാ, നല്ല രുചിയാണ്. ലിപ് ലൈൻ ചെയ്യാൻ ജലദോഷം ആയതുകൊണ്ട് മൂക്കിന് താഴത്തെ മേക്കപ്പ് ഒക്കെ പോകും എന്നാ തോന്നുന്നത്. ഇങ്ങനെ ഒരുങ്ങിച്ചെന്നാലും ഈ സാധനം മസ്റ്റാണോ? ഇതില്ലാതെ അകത്തേക്ക് കേറ്റത്തില്ല. ചോറ് ഇതുവരെ കഴിച്ചില്ല, പോവാറായി. ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ ബ്രദർ ലേറ്റ് ആക്കുന്നതാണ്, പക്ഷെ ഇപ്പൊ ഞാനാണ് ലേറ്റ് ആക്കുന്നത്. ഇവിടുന്ന് നേരെ എൻ്റെ ഫ്രണ്ട് നാസിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പോകാന്നാ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇതിപ്പോ ഇവൻ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കാര്യം നാസി ഞാൻ അവിടെ എത്തുമ്പോ അവിടുന്ന് പോയി കാണും. വാങ്ങിയിട്ടില്ല, പോകുന്ന വഴിക്ക് വാങ്ങത്തുള്ളൂ. ഈ ഇടയായിട്ട് എനിക്ക് സ്ലീക്ക് ഹെയർ സ്റ്റൈൽസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കഴിഞ്ഞ മസ്കാരയൊക്കെ കാണത്തില്ലേ, അതിൻ്റെ ബ്രഷ് വെച്ചാണ് ഞാൻ ഇവിടെ കോംബ് ചെയ്യുന്നത് ഒരു സ്ലീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടി. സമയമില്ലായിരുന്നുകൊണ്ട് ബൺ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. നല്ല ലേറ്റായി, നമ്മള് ഓഫീസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ആര് കാരണം? ഇവള് കാരണം നേരത്തിന് വന്നിട്ടില്ല. സമയത്തിന് വന്ന സമയത്തിന് എല്ലാം കൊടുത്തൊരുങ്ങി നിന്ന് സമയം പോയാൽ അറിഞ്ഞില്ല. ഇവിടെ പറഞ്ഞ് ഞാൻ കുറച്ച് ഓവറാണ്. ഡാൻസ് അരങ്ങേറ്റാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലോറിലെ റിയാക്ഷൻ എടുക്കാൻ ഫോണുള്ളിൽ കയറ്റാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സംസാരിച്ചു, ഇവരും സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റാൻഡേർഡ് ഇല്ല ഗൈസ്. ഇതാണ് വിദ്യാവിജയം. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും. കമൻസിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഗൈഡ് ഹൗസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ വിഷുവിൻ്റെ അന്ന് വൈകിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് അവിടെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡ്രസ്സപ്പ് ചെയ്തു. എങ്ങനെയുണ്ട് ലുക്ക്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതാണ് സുജി. വന്നിട്ട് കുറെ നേരമായി. നമ്മൾ വന്നിട്ട് ഇപ്പൊ കുറെ നേരമായി. ബ്ലോഗ് അടുത്ത വിഷു ഈ മാലയൊക്കെ ഇട്ട് കമ്മലൊക്കെ കാണിച്ചു സൂം ചെയ്തു.